നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ഏപ്രിൽ 11 ശനിയാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. ജോലിയിൽ ദീർഘനാളായി നിലനിന്നിരുന്ന പ്രതിസന്ധികൾ തരണം ചെയ്യാൻ സാധിക്കുന്ന ദിവസമാണിത്. ബിസിനസ് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ നിന്ന് ആവശ്യമായ സഹായ സഹകരണങ്ങൾ ലഭിക്കും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. പല കാര്യങ്ങളിലും ഭാഗ്യക്കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ പ്രധാനപ്പെട്ട അവസരങ്ങൾ നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കണം. നിയമപരമായ കാര്യങ്ങളിൽ തിരിച്ചടികൾക്ക് സാധ്യതയുണ്ട്. അലച്ചിലും മടിയും ശാരീരിക ക്ഷീണവും ഇന്ന് അലട്ടിയേക്കാം. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ദാമ്പത്യ ബന്ധത്തിൽ ചില അസ്വാരസ്യങ്ങൾ നേരിടാൻ സാധ്യതയുള്ളതിനാൽ സംയമനം പാലിക്കുക. ശാരീരികമായും മാനസികമായും ചെറിയ അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടേക്കാം. സ്വത്ത് തർക്കങ്ങൾ ബന്ധുക്കളുമായുള്ള അകൽച്ചയ്ക്ക് കാരണമാകാതെ നോക്കണം. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. ദമ്പതികൾക്കിടയിൽ വിശ്വാസവും സ്നേഹവും വർദ്ധിക്കുന്ന സന്തോഷകരമായ ദിവസമാണിത്. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ വിലപ്പെട്ട വസ്തുക്കൾ തിരികെ ലഭിക്കാൻ യോഗമുണ്ട്. പ്രിയപ്പെട്ടവരോടൊപ്പം ഇഷ്ടഭക്ഷണം കഴിക്കാനും സമയം ചെലവഴിക്കുവാനും അവസരമുണ്ടാകും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. കുടുംബത്തിൽ ഐശ്വര്യം നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക നേട്ടങ്ങളും രോഗശാന്തിയും പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ മംഗളകരമായ ചടങ്ങുകൾ നടക്കാനും ഭാഗ്യാനുഭവങ്ങൾ തേടിയെത്താനും സാധ്യതയുള്ള ശുഭദിനമാണിത്. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. തൊഴിൽ സംബന്ധമായി കൂടുതൽ യാത്രകൾ ചെയ്യേണ്ടി വരുന്ന വിഭാഗത്തിലേക്ക് ജോലി മാറ്റം ഉണ്ടായേക്കാം. സഞ്ചാരശീലം വർദ്ധിക്കുന്നത് ശാരീരിക ക്ഷീണത്തിന് കാരണമാകും. മാനസികമായ പിരിമുറുക്കങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ജീവിത പങ്കാളിയുമായോ ബന്ധുക്കളുമായോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ വാക്കുകളിൽ മിതത്വം പാലിക്കുക. കാര്യതടസ്സങ്ങളും അനാവശ്യമായ സംശയങ്ങളും മനസ്സിനെ അലട്ടിയേക്കാം. ജലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ജാഗ്രത വേണം. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. എല്ലാ കാര്യങ്ങളിലും നിറഞ്ഞ മനസ്സോടെ ഇടപെടാൻ സാധിക്കും. ചിന്താശേഷിയും കാര്യക്ഷമതയും വർദ്ധിക്കുന്ന ദിവസമാണിത്. ധനലാഭത്തോടൊപ്പം സ്ത്രീ സുഹൃത്തുക്കളുമായി അടുത്തിടപഴകാൻ അവസരങ്ങൾ ലഭിക്കും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. അപ്രതീക്ഷിതമായ സ്ഥാനക്കയറ്റത്തോടു കൂടി സ്ഥലം മാറ്റത്തിന് സാധ്യതയുണ്ട്. അലങ്കാര വസ്തുക്കൾ സ്വന്തമാക്കാനും ഇഷ്ടഭക്ഷണം ആസ്വദിക്കാനും സാധിക്കും. മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാൻ ഇടയുള്ള അനുകൂലമായ ദിവസമാണിത്. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. മനോഹരമായ സമ്മാനങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ള ദിവസമാണിത്. തൊഴിലിടങ്ങളിലെ സമ്മർദ്ദങ്ങൾ കുറയുകയും ബന്ധങ്ങളിൽ നിലനിന്നിരുന്ന അകൽച്ച മാറി കൂടുതൽ അടുപ്പമുണ്ടാകുകയും ചെയ്യും. ആശ്വാസകരമായ അനുഭവങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കാം. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ശാരീരികമായ ക്ഷീണമോ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളോ അനുഭവപ്പെട്ടേക്കാം. വിശ്വസ്തരിൽ നിന്ന് അപ്രതീക്ഷിതമായി മനസ്സിനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായേക്കാം. ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് അർഹമായ അംഗീകാരം ലഭിക്കാൻ കാലതാമസം നേരിടും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. സന്താനങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ മാറുന്ന ദിവസമാണിത്. അവരുടെ നേട്ടങ്ങൾ അഭിമാനത്തിന് കാരണമാകും. വിദേശത്തായിരുന്ന ബന്ധുക്കളെ സന്ദർശിക്കാനും അവരോടൊപ്പം സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടാനും ഇന്ന് സാധിക്കും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.